PV Anwar MLA-ക്കെതിരെ പോർമുഖം കടുപ്പിച്ച മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്ത്, ഹവാല പണം പിടിച്ചതിലുള്ള അസ്വസ്ഥത ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് തലയ്ക്ക് വെളിവില്ല, അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതെന്നാണ് PV Anwar തിരിച്ചടിക്കുന്നത്. സ്വർണം കൊണ്ടുകൊടുക്കുന്നവരെ എന്താണ് പിടികൂടാത്തതെന്നും പോലീസ് പിടിച്ചാൽ എന്താണ് കസ്റ്റംസിന് കൊടുക്കാത്തതെന്നും PV Anwar ചോദിക്കുന്നു. എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത്? ഇതിന് തലക്ക് വെളിവില്ലാന്നല്ലേ ഇതിന് പറയാം? എന്തുകൊണ്ട് പോലീസ് ഇത് അന്വേഷിക്കുന്നു? പോലീസിന് അത് പിടിച്ച് കസ്റ്റംസ് കൊടുത്താൽ പോരെ എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം? ഈ കൊടുത്തു വിട്ടതാരാ? പോലീസിന് അന്വേഷിക്കാൻ കഴിയുമോ? ദുബായിലും വിദേശ രാജ്യങ്ങളിലും പോലീസിന് പോകാൻ കഴിയുമോ? കസ്റ്റംസിന് അതിൽ ആക്ടുണ്ട്, അതിന് സൗകര്യമുണ്ട്, ഇൻ്റർനാഷണൽ ലോ ഉണ്ട്. ഈ കൊടുത്തു വിട്ടവനെ പിടിക്കണ്ടേ? ഇത് ആർക്കാണ് കൊണ്ടു കൊടുക്കുന്നത്? അത് പോലീസിന് പിടിക്കാൻ കഴിയും. പക്ഷേ പിടിക്കുന്നവനെ കൊണ്ടു കൊടുക്കാതെ ആയിസൻ്റെ ഇവൻ്റെ ഏജൻറ്റിനെ ഒരാളെങ്കിലും പോലീസ് അന്വേഷിച്ചോ? ആർ ശ്രീജിത്ത് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് ആർ ശ്രീജിത്ത്. ഇതെങ്ങോട്ടാണ് പോകുന്നത്? PV വേഴ്സസ് PV എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമുള്ള ഒരു നേർക്കുനേർ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണോ? ഈ രാഷ്ട്രീയ യുദ്ധം നിയമസഭ തുടങ്ങുമ്പോഴേക്ക് ഏത് തലത്തിലേക്കായിരിക്കും എത്തിച്ചേരുക ശ്രീജിത്ത്? സുജയ, വളരെ രസകരമായ രീതിയിലാണ് PV Anwar വേഴ്സസ് പിണറായി വിജയൻ പോരാട്ടം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ PV Anwar പറഞ്ഞത് സ്വർണം കൊടുത്തുവിട്ടവരെ കൂടി പിടിക്കേണ്ടതില്ലേ എന്നാണ്. എന്നാൽ ഒരല്പം പിറകോട്ട് സഞ്ചരിച്ചാൽ ഈ ആക്ഷേപം, ഈ ആവശ്യം ഉന്നയിച്ചത് മുൻപ് ആരാണ് എന്ന കാര്യം കൂടി ഓർക്കണം. അതായത് സ്വപ്ന സുരേഷ് ഈ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് പിടികൂടിയതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് അന്വേഷണം അഴിച്ചുവിട്ടു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിൽ സർക്കാരിനും മറ്റും ഭീഷണി ഉയർന്നപ്പോൾ CPIM നേതൃത്വവും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചോദിച്ച ചോദ്യമായിരുന്നു, ഈ സ്വർണം കൊടുത്തുവിട്ടവരെ എവിടെ നിന്നാണ് ഈ സ്വർണം കൊണ്ടുവരുന്നത്, അത് കണ്ടുപിടിക്കേണ്ടേ എന്ന ചോദ്യം. അതേ ചോദ്യമാണ് ഇപ്പോൾ PV Anwar ആവർത്തിക്കുന്നത്. ചരിത്രത്തിൻ്റെ വേറൊരു തരം ആവർത്തനമെന്ന് അല്ലാതെ എന്താണ് നമ്മൾ ഇതേപ്പറ്റി പറയുക? അങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. എന്നാൽ PV Anwar-െ രണ്ട് വിധത്തിൽ നേരിടാനുള്ള തീരുമാനത്തിലേക്കാണ് CPM പോകുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ കാണുന്നത്. ഒന്ന്, അദ്ദേഹത്തെ നിയമപരമായ വഴികളിലൂടെ പൂട്ടുക എന്നതാണ്. ആ വഴി കൂടരഞ്ഞി പഞ്ചായത്ത് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കൂടരഞ്ഞി പഞ്ചായത്തിൻ്റെ അതിൻ്റെ അധികാര പരിധിയിലാണ് അദ്ദേഹത്തിൻ്റെ കക്കാടംപൊയിൽ റിസോർട്ട് ഉള്ളത്. അവിടെ കാട്ടരുവിയിൽ തടയണ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട തടയണ പൊളിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു. ഇതുവരെയും തടയണ അവിടെ ഉണ്ടായിരുന്നു, തടയണ പൊളിക്കേണ്ടതില്ലായിരുന്നു. ഇപ്പോൾ അൻവർ സർക്കാരിനെതിരെയും CPM-നെതിരെയും തിരിഞ്ഞപ്പോൾ കൂടരഞ്ഞി പഞ്ചായത്തിന് പെട്ടെന്നൊരു വെളിപാട് വന്നിരിക്കുന്നു. അവർ അത് പൊളിക്കാൻ പോകുന്നു. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, രാഷ്ട്രീയമായി അൻവറെ നേരിടുക എന്നുള്ളതാണ്. രാഷ്ട്രീയമായി അൻവറെ നേരിടുമ്പോൾ അൻവറുടെ വിശ്വാസ്യത തന്നെ തകർക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഒരു ദേശീയ ദിനപത്രം നൽകിയ അഭിമുഖത്തിൽ കുറച്ചുകൂടി വെളിവാക്കുന്ന തരത്തിലൊരു പ്രകടനം നടത്തിയത്. അതായത് മലപ്പുറത്ത് കഴിഞ്ഞ 5 കൊല്ലക്കാലമായി അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന കള്ളസ്വർണം 150 കിലോഗ്രാമാണ് പിടികൂടിയത്. ഒപ്പം തന്നെ ഹവാല റൂട്ടിലൂടെ കടത്തിക്കൊണ്ടുവന്ന 123 കോടി രൂപയും പിടികൂടി. ഇതെല്ലാം പിടികൂടിയതിനുള്ള അസ്വസ്ഥതയാണ് ഇപ്പോൾ പുറത്തു വരുന്ന പരാതികൾക്ക് പിന്നിലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു ദിനപത്രം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ദിനപത്രത്തിലെ അഭിമുഖത്തിലൂടെ പലതും ചർച്ചയാക്കാൻ മുഖ്യമന്ത്രി തന്നെ ഉദ്ദേശിക്കുന്നു എന്നാണ് പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.